ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യല് ചിക്കനാണ് കേട്ടോ. കാരണം ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ ചിക്കൻ ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു. എന്നും ഈ പെണ്ണുപിള്ളയുടെ കൈകൊണ്ടല്ലോ ഇങ്ങനെ ഒരു വെറൈറ്റി ആവട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ചിക്കനിൽ നമ്മളിപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ തേച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് അത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും ഓക്കെ പറ്റും. ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ചിക്കനിൽ മുളകും മല്ലിയും അതുപോലെ ഉപ്പൊക്കെ തേച്ച് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സബോള നമ്മൾ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. സബോള അതുപോലെ ഇഞ്ചി പച്ചമുളക് നിങ്ങളുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ വീട്ടിലുണ്ടായതാണ്. അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ഇഞ്ചി സബോളൊക്കെ പുറത്തുനിന്ന് കേട്ടോ. അപ്പോൾ കൊണ്ടാട്ടിക്ക് ഭയങ്കരത്തെ പണിയായിരുന്നു. വെച്ചാൽ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 2 ദിവസം മുന്നേ ടൂർ പോയിട്ടേ ഡ്രസ്സുകൾ കുറേ ഉണ്ട്. അപ്പോൾ നമ്മളല്ല പിന്നെ ആരെ സഹായിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു നീ അത് ചെയ്തോളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ. ഈ ചിക്കൻ വെക്കാനല്ലേ, ചിക്കൻ ഞാൻ വെക്കാറുണ്ട്. സംഭവം ഞാൻ ആദ്യം കോയമ്പത്തൂർ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ചിക്കനൊക്കെ വെക്കും. ഞങ്ങൾ എല്ലാവരും കൂടി ചിക്കൻ വയ്ക്കുക. അപ്പോൾ അങ്ങനെ ചിക്കൻ വെച്ചിട്ടുള്ള പരിചയമുണ്ട്. ചിക്കനും കുറച്ച് കറികളൊക്കെ വെക്കാനൊക്കെ അറിയാട്ടോ, ചോറ് വയ്ക്കാനൊക്കെ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളിക്കാരി നീ പോയി അത് ചെയ്തോ, ഞാൻ വെക്കാം ചിക്കൻ. അപ്പം അങ്ങനെ വെക്കുന്നതാണ്. എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതൊക്കെ വെക്കാറുണ്ട്, ഇതുപോലെ സഹായിക്കാറുണ്ട്. നമ്മളല്ല പിന്നെ ആരാ അവരെ സഹായിക്കുക. ഫ്രണ്ട്സ്, സബോള നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. സബോള നന്നാക്കി വേറെ ടേസ്റ്റ് ഉണ്ട്, കണ്ടെന്ന് വെള്ളം വരും. ആശേ, കണ്ടെന്ന് വെള്ളം വന്നു, കണ്ണിൽ പിടിക്കുന്നില്ല. ഒന്നും നോക്കിയത്, സബോള മാത്രം നന്നാക്കിയതാ. ഒന്നും നോക്കി, സബോള മാത്രം നന്നാക്കിയത്. ഫ്രണ്ട്സ്, എനിക്ക് സബോള മാത്രം ഭയങ്കര ഡേഞ്ചറാണ്. കണ്ടത് പെട്ടെന്ന് വെള്ളം വരും. ഇത് സബോള മാത്രം നടക്കിയത് കേട്ടാ. ബാക്കിയൊക്കെ ഞാൻ ചെയ്തുണ്ട്. പക്ഷെ സ്പീഡ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോ കൂട്ടുകാരെ, എനിക്ക് സബോള തീരെ പറ്റില്ലേ. അപ്പൊ സബോള വൈഫിനോട് ചെയ്യിപ്പിച്ചു. അതായത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യിച്ചിട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഒരു കാര്യം പറയാൻ മറന്നു. നമ്മൾ സബോള അതിൽ ഇഞ്ചി അതിൽ വെളുത്തുള്ളി അതിൽ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ട് കഴുകണം കേട്ടോ. ഞാനതൊക്കെ കറക്റ്റായിട്ട് ചെയ്യണ ഒരു മനുഷ്യനാണ്. കാരണം പുറത്തുനിന്ന് വരുന്നതാണ്, വിഷാംശങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മളത് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരെല്ലിൽ നമ്മൾ ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി ഇടിക്കുക. മിക്സിയിലടിച്ച ടേസ്റ്റ് കിട്ടില്ല. നന്നായി ഇടിച്ചിട്ടുണ്ട് എടുക്കണം കേട്ടോ. അതിൻ്റെ നീര് നമുക്ക് കിട്ടണം. വെറുതെ ഇടിച്ചോണ്ട് കാര്യമില്ല, നന്നായി ചതയ്ക്കണം. ഇത്രയധികം ഇഞ്ചി എടുക്കണം. ചിക്കനിൽ ഇഞ്ചി നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ് ഇഞ്ചി. അതുപോലെ വെളുത്തുള്ളി അതൊക്കെ നന്നായി ഇടണം. ഇപ്പോൾ 2.5 കിലോ ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്കൊരു 50 ഗ്രാമെങ്കിലും ഇഞ്ചി ഇടണം. നല്ല ടേസ്റ്റ് കിട്ടണം. പച്ചമുളക് നമ്മൾ ഇതൊക്കെ വീട്ടിലുണ്ടായതാട്ടോ. പച്ചമുളക് സെൻറ്റർ മുറിയ അല്ല സോറി പച്ചമുളക് അടുത്ത് നമ്മൾ പച്ചമുളക് സെൻറ്റർ മുറിക്കുക. അങ്ങനെ വരാം. പച്ചമുളകൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായതാട്ടോ. ഇപ്പോൾ ചിക്കൻ വയ്ക്കുന്നത് അടുപ്പിലാണ് കേട്ടോ. അപ്പോൾ അടുപ്പ് കത്തിച്ചോണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഉരുളിപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും അതുപോലെ പച്ചമുളകും വെളുത്തുള്ളി നമ്മൾ ഫസ്റ്റ് ഇടണം കേട്ടോ. ചൂടായിട്ട് ഇടാം. ചൂടായിട്ട് അപ്പോൾ നമ്മളതിലേക്ക് ഇഞ്ചി അതുപോലെ പച്ചമുളക് അതുപോലെ നമ്മളെ വെളുത്തുള്ളി ഇട്ടുണ്ട് കേട്ടോ. അതിട്ട് നടക്കും. അതിന് നമ്മൾ വേപ്പിൻ ഇല
അതിന് നമ്മൾ സബോള ഇടുന്നുണ്ടാ. കുറച്ച് മതി പോയി നമ്മൾ ടേസ്റ്റ് കുറച്ച് മതി. അതുപോലെ തന്നെ കുറച്ച് മതി പോയി. ഇങ്ങനെ മൂടിക്കും. പുറത്തേക്ക് ആയി അതിനകത്ത് കരിയും അല്ല. അപ്പൊ ഇങ്ങനെ മുടിക്കുക കറക്റ്റ്. ഇതാണ് നാടൻ ചിക്കൻ. നാടൻ ഈ ഇല പുറത്തേക്ക് ആയാലേ നമ്മൾ തീപ്പാളം കൊണ്ടിട്ട് കരി. അപ്പോൾ അതിന് ടേസ്റ്റ് കിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഇല മുടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും. ഇതിൻ്റെ ആവിമേ ആ ഇലയുടെ ആവി ഇറങ്ങിക്ക് കഴിഞ്ഞാൽ ചിക്കനിക്ക് തന്നെ വരും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ്. ഫ്രണ്ട്സ്, അപ്പോൾ കുരുമുളക് നമ്മൾ ഇടിച്ചിട്ട് എനിക്ക് പോകും. ഈ ഇല എടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇല എടുക്കാണ്. ഫ്രണ്ട്സ്, അപ്പോൾ കുരുമുളക് ഇടിച്ചിട്ട് നമ്മൾ ഇടണം. നാടൻ കുരുമുളകാണ് നമ്മുടെ വീട്ടിലുണ്ടായതാണ് കുരുമുളക്. അതുപോലെ മസാലപ്പൊടി, പൊടി 2 പൊടിയാണ്. ചൂട് അടിപൊളി. ഞാൻ ചൂട് പറയലാട്ടോ, അടിപൊളി. ചിക്കൻ കഴിച്ചൊക്കെ എങ്ങനെയുണ്ട്? അച്ഛൻ വെച്ചതാണ്. ഇഷ്ടായ? നന്നായിട്ടാ? വാ. അങ്ങനെ ഫ്രണ്ട്സ്, ചിക്കൻ വെച്ച് കഴിഞ്ഞു. അതിപ്പോൾ പൊറാട്ടയും ചിക്കനാണ്. ഞാൻ വെച്ചോണ്ട് പറയല. സൂപ്പറായിട്ട് മുത്തതിനുണ്ട്. അടിപൊളിയാ. അപ്പം അതുപോലെ എല്ലാവരും ചിക്കൻ വെക്കുക. നാടൻ ചിക്കൻ. ഓക്കെ.